ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇന്നത്തെ ദർശനം അതീവ ഹൃദ്യമാണ്. സർവാഭരണ വിഭൂഷിതനായിട്ട് മന്ദഹാസം തൂകുന്ന മുഖത്തോടു കൂടി ഉണ്ണിക്കണ്ണൻ ആനപ്പുറത്ത് കയറിയിരുന്നിട്ട് വെണ്ണ ഉണ്ണുന്ന ഭാവമാണ് ഇന്ന് അലങ്കരിച്ചിട്ടുള്ളത്. വാത്സല്യം തുളുമ്പുന്ന കണ്ണുകളും താമരപ്പൂ പോലുള്ള മുഖവും എല്ലാ ഭക്തരുടെയും ഉള്ളം കുളിർപ്പിക്കുകയാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്റെ മുകളിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആനയുടെ മസ്തകത്തിൽ ഇരുന്നുകൊണ്ട് ഭഗവാൻ നടത്തുന്ന ലീലാവിലാസം എന്താണെന്നറിയോ? ഉണ്ണിക്കണ്ണന്റെ കയ്യിൽ വെണ്ണക്കുടണ്ട്, ഒരു കയ്യിൽ വെണ്ണ ഉരുളങ്ങനെ ആ കുടത്തുനിന്നെടുത്ത വെണ്ണ ഉരുളയാണ്. അതിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന ഭാവമാണ് ഇന്ന് അലങ്കരിച്ചിട്ടുള്ളത്. ഗുരുവായൂര് ആനയോട്ടൊക്കെ കഴിഞ്ഞല്ലോ. ഒന്നാമതെത്തിയത് രവി വിജയകൃഷ്ണനാണ്. അപ്പോൾ ആനപ്പുറത്തൊക്കെ ഇരുന്ന് ഉണ്ണി വെണ്ണ ഉണ്ണുകയാണ്. ഭാരതീയ സങ്കല്പത്തില് ഭഗവാൻ കൃഷ്ണൻ ആനന്ദ സ്വരൂപനാണ്. ലീലകളുടെ സമുദ്രമാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്. ഇന്ന് ഗുരുവായൂര് പുണ്യപുരിയിലും അതേപോലെ അതിവിശിഷ്ടമായിട്ടുള്ള ഒരു രൂപമാണ്, ഒരു ലീല തന്നെയാണ്. ഒരു ഗജവീരന്റെ മസ്തകത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആനന്ദത്തോടെ വെണ്ണയുണ്ണുന്ന പൊന്നുണ്ണി. ഇത് ശരിക്കും ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന്റെ അടയാളാണ്. പട്ടുപീതാംബരം ചാർത്തി കാൽത്തളകളും അരഞ്ഞാണൊക്കെ കിലുക്കി കൗസ്തുഭമാലകള് മാറിലണിഞ്ഞ് ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്തിരിക്കുകയാണ്. മയിൽപ്പീലി ചൂടിയ കിരീടത്തിന് താഴെ ഭക്തലക്ഷങ്ങളെ വശീകരിക്കുന്ന ആ മന്ദഹാസമുണ്ട്. അഞ്ജനം എഴുതിയ ആ കണ്ണുകളിലെ വാത്സല്യത്തിന്റെ കടലാണുള്ളത്. ഒരു കയ്യില് വെണ്ണക്കുട അങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, മറു കയ്യില് വെണ്ണ ഉരുള വാരി ഉണ്ണുന്ന ഭാവാണ്. ഏതൊരു കഠിന ഹൃദയത്തെയും ഭക്തിയുടെ ആർദ്രതയിലേക്ക് നയിക്കുന്ന ഒരു അലങ്കാരം. നെറ്റിപ്പട്ടം കെട്ടിയ ആനയാണ്. ഗജരാജന്റെ മസ്തകം എന്നത് അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ടും കരുത്തുമായിട്ടാണ് കാണുന്നത്. എന്നാൽ കരുത്തിന്റെ മുകളില് സർവചരാചരങ്ങളുടെയും അധിപനായ ഭഗവാൻ ഇരിക്കുമ്പോൾ അവിടെ ശക്തിയും ഭക്തിയും ഒന്നിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാന്റെ ഭാരം പേറുന്ന ഗജവീരൻ സമർപ്പണത്തിന്റെ മാതൃകയാണ്. നെറ്റിപ്പട്ട അണിഞ്ഞ ആനപ്പുറത്ത് ഈ എഴുന്നള്ളത്ത് പ്രപഞ്ചനാഥൻ തൻ്റെ സൃഷ്ടികളെയെല്ലാം നിയന്ത്രിക്കുന്നു എന്നതിൻ്റെ പ്രതീകം കൂടിയാണ്. കയ്യിലെന്താണ്? വെണ്ണയുരുളയാണുള്ളത്. വെണ്ണക്കുടത്തുനിന്ന് എടുത്ത് വെണ്ണയുരുളയാണുള്ളത്. എന്തുകൊണ്ടാണ് ഭഗവാൻ വെണ്ണ മോഷ്ടിക്കുന്നവനും വെണ്ണ ഭക്ഷിക്കുന്നവനുമാണ് എന്നൊക്കെ പറയുന്നത്? പാലും തൈരും കടഞ്ഞു കിട്ടുന്ന സാരമാണ് വെണ്ണ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സാകുന്ന പാലിൽ ഭക്തിയാകുന്ന ഉറയൊഴിച്ചിട്ട് പ്രാർത്ഥനയാകുന്ന കടോലുകൊണ്ട് തടയുമ്പോൾ കിട്ടുന്ന ആ പരിശുദ്ധമായ ഭക്തിയാണ് വെണ്ണ എന്ന് പറയുന്നത്. ആ ശുദ്ധമായ ഭക്തിയാകുന്ന വെണ്ണ മാത്രമാണ് ഭഗവാൻ സ്വീകരിക്കുന്നുള്ളൂ എന്നാണ്. ആനപ്പുറത്തിരുന്ന് വെണ്ണയുണ്ണുന്നത് ഭൗതികമായ എല്ലാ ഉയർച്ചകൾക്കും മുകളിൽ നാം ഭക്തിയെ പ്രതിഷ്ഠിക്കണം എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. തുളസിമാലകളുടെ സുഗന്ധവും നെയ്യുവിളക്കുകളുടെ വെളിച്ചവും നിറഞ്ഞ അന്തരീക്ഷത്തില് നമ്മുടെ പൊന്നുണ്ണിയെ ദർശിക്കുന്നത് സകല പാപങ്ങളിൽ നിന്നും നമുക്ക് മോചനം നൽകും. ദുരിതങ്ങളെ നീക്കി ഐശ്വര്യം നൽകണ ആ രൂപം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കട്ടെ. ആനപ്പുറത്തെ ആ ലീലാവിലാസം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ ലഘുവായി കാണാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്ക് ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ഉറക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.